തറവാട്ടത്തെ വീട്ടിൽ നിന്ന് ഉസ്താവന്മാർക്ക് ചിലവാണ്. അപ്പം ഉമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പരിപാടി കരുതിയിട്ടുണ്ടായിരുന്നത് രാത്രി ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തറവാട്ടത്തെ വീട്ടിൽ ഉച്ച കണ്ട പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾക്കൊക്കെ മന്തി മതിയെന്ന് പറഞ്ഞിട്ടേ പിന്നെ ഞങ്ങൾ മന്തി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉസ്താവന്മാർക്കുള്ളതൊക്കെ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെയൊക്കെ കൊടുത്തയക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഷെരീഫൊക്കെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾക്ക് ഇതാ ഈ ചെവിയിൽ വെക്കണ ഒരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കലായിട്ട് ഞങ്ങളെല്ലാവരും കോട്ടപ്പാടത്തേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നാളെ ഞങ്ങളുടെ അവിടെ നബിദിനാണ്. നബിദിനത്തിന് മക്കൾക്ക് 1-2 സാധനങ്ങളും കൂടി വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാറിൽ, ഞങ്ങൾ പിന്നെ സ്കൂട്ടിമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ചിട്ട് ഞങ്ങളെ സ്കൂട്ടി ഞങ്ങൾക്ക് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു. എണ്ണ കഴിഞ്ഞിക്കാണ്. കാക്കു പിന്നെ ആബിക്ക് വിളിച്ചിട്ട് എണ്ണ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാക്കുവിനെ അവിടെ ഇട്ടിട്ട് ഞാനും മക്കളും ഒരു ഓട്ടോ വന്നപ്പോൾ അതിൽ കയറി പോന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നെറ്റിക്കുട്ടിക്ക് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോട്ടാപ്പാടത്ത് തന്നെയുള്ള റിച്ചൂസ് എന്നാണ് ഞങ്ങൾ ഷൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ചെരുപ്പ് കട തന്നെയാണ്. ഫസ്മിനി കുഞ്ഞോളെയും വിളിച്ചു നോക്കിയപ്പോൾ ഒരു ഫാമിലിയിൽ ടോപ്പ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും മക്കളും അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓല അവിടുന്ന് ഓരോ ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ എനിക്കൊരു ടോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ മക്കൾക്ക് വീട്ടിലിടാലോ 1-2 ഐറ്റംസ് ഒക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിയമോൾക്ക് പർദ്ദ വേണമെന്ന് പറഞ്ഞപ്പോൾ കോട്ടാപ്പാടത്തന്നെയുള്ള ഒരു കടയിൽ കയറിയിട്ട് ഓൾക്ക് ഒരു പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ഞങ്ങളെ കടയിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ജെരീഫോക്ക് നേരാക്കാൻ കൊണ്ടുവന്നൊരു വണ്ടിമ്മ ഈശല് ഇതിനക്ക് വേണമെന്ന് പറഞ്ഞ ടൈമ കയറി ഇരുന്നു. കുട്ടിക്ക് അവല് മിൽക്ക് വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് കോർണിഷ് കാഫി കയറിയിട്ട് ഓരോ അവല് മിൽക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് റബ്ബിൽ അവലിന്റെ മൗലൂദാണ് പള്ളിക്ക്. അപ്പൊ ഇന്ന് മൗലൂദിക്ക് ചീർണി കൊടുക്കണത് ഞങ്ങളാണ്. അപ്പൊ അതിക്കുള്ള ചീർണി വാങ്ങി ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കോർണിഷ് കാഫി എന്ന അവല് മിൽക്കും കുടിച്ചിട്ട് വിശലിന് കുറച്ച് മിഠായി വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും കോട്ടാപ്പാടത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഹോൾസെയിൽ കടയിൽ നിന്ന് ചീർണി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കോട്ടാപ്പാടത്തേക്ക് തന്നെ പോയിട്ട്. അങ്ങനത്തെ മൗലൂദിക്കുള്ള ചീർണി വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.